ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാപരിശുദ്ധനായ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രേഷ്ഠമാണ് പരിശുദ്ധ തിരുവെഴുത്ത്. അമേൻ. സിയോൻ യാത്രക്കാരന്റെ കാലിന് ദീപം പകരുന്ന, അമേൻ, പാതയ്ക്ക് പ്രകാശമേകുന്ന വചനം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ കഷ്ടതയിൽ ആശ്വാസമാകുന്നു. അതേ മക്കളെ, നാം കേൾക്കുന്നത് ജീവിപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. കഷ്ടതയിൽ, നിന്റെ കഷ്ടതയിൽ ആശ്വാസം നൽകുന്ന വചനമാണ്. എബ്രായ ലേഖനക്കാരൻ പറയുന്നത് 4:12 ജീവനുള്ള വചനമാണ്, ചൈതന്യമുള്ള വചനമാണ്. അവൻ പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. അവൻ പോരാ, ഹൃദയത്തിലെ ചിന്തകളെ, നിന്റെ ഹൃദയത്തിലെ ചിന്തകളെ, ഭാവങ്ങളെ വിവേചിക്കുന്ന വചനം. സ്തോത്രം. ഈ വചനത്തിന്റെ മുൻപാകെ അല്പസമയമായിരിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ പ്രവർത്തിക്കുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ASV പരിഭാഷ ഒന്ന് നോക്കൂ. ജീവനും ചൈതന്യവുമുള്ള വചനം എന്നുള്ളതിന് ASV പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിംഗ് ആൻഡ് ആക്റ്റീവ്. ലിവിംഗ് ആൻഡ് ആക്റ്റീവ്. ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. സ്തോത്രം. ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം, മക്കളെ, പ്രവർത്തിക്കുന്ന വചനമാണ്. ബലഹീനനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന വചനമാണ്. ഹല്ലേലൂയ. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും നിന്നെ കൊണ്ട് വൻ കാര്യം ചെയ്യിക്കുന്ന വചനം. സ്തോത്രം. പ്രവർത്തിക്കുന്ന വചനം. എവിടെയൊക്കെ പ്രവർത്തിക്കും മക്കളെ? നിന്റെ പ്രാണനിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. രോഗത്തിന്റെ കാഠിന്യ നിമിത്തം പ്രാണൻ പോകുമെന്ന് ചിന്തിക്കുന്നോ? മൃതപ്രായനാണെന്ന് മനസ്സ് പറയുന്നുണ്ടോ? വചനം നിന്റെ പ്രാണനെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന് സ്തോത്രം. പ്രാണനിൽ മാത്രമല്ല ആത്മാവിലും പ്രവർത്തിക്കും. കുഞ്ഞേ, പ്രതിസന്ധികൾ നിമിത്തം ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുകയാണോ? കേൾക്കുന്ന വചനം നിന്റെ ആത്മാവിനെ ത്രസിപ്പിക്കും, ഉജ്ജ്വലിപ്പിക്കും. പ്രാണനിലും ആത്മാവിലും. അവൻ മാത്രമല്ല, വചനം പ്രവർത്തിക്കുന്നത് സന്ധി മജ്ജകളിൽ പ്രവർത്തിക്കും. സന്ധിയിലും മജ്ജയിലും പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ. കൂരമ്പ് പോലെ കുത്തി നോവിക്കുന്ന വേദന സന്ധിബന്ധങ്ങളെ ഗ്രസിച്ചിരിക്കുകയാണോ? സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ട മക്കളെ, ഇന്ന് പ്രഭാതത്തിൽ വചനത്തിന്റെ ശക്തി നിന്റെ സന്ധികളിൽ പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തി ദൂതേറ്റെടുത്തവർ തങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുകയാണ്, അറിയുകയാണ്. ഹല്ലേലൂയ. സന്ധിയിൽ മാത്രമല്ല, എന്താ പറയുന്നത്? മജ്ജയിൽ. അവൻ നിന്റെ മജ്ജയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം. മജ്ജയിൽ രോഗം ബാധിച്ചോ? മജ്ജ മാറ്റിവെക്കേണ്ട. പരിശുദ്ധാത്മാവ് പറയുന്ന രോഗാതുരമായി നിന്റെ മജ്ജയിൽ പ്രവർത്തിക്കാൻ ദൈവവചനത്തിന് കഴിയും. അസ്ഥി കീറി മജ്ജ മാറ്റിവെക്കേണ്ട. വചനം അതിവേഗം തുളച്ചു ചെല്ലും. മജ്ജയെ മാത്രമല്ല മക്കളെ, നിന്റെ ഹൃദയത്തിലെ ചിന്തകളിലും വചനം പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ. എന്താ കുഞ്ഞേ നിന്റെ ഹൃദയത്തിലെ ചിന്ത? ഇനി രക്ഷപ്പെടത്തില്ലെന്നാണോ? മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണോ? ചിന്തയിൽ വചനം പ്രവർത്തിച്ചാൽ നീ പറയും, ദൈവം തന്റെ രക്ഷയെ എനിക്ക് കാണിച്ചു തരും. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മ കാണും. അതെ, ദൈവത്തിന്റെ വചനം അതിശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്, മഹത്തരമാണ്, അനന്ത സാധ്യതകളുള്ളതാണ്. അവൻ ഈ വചനം ഇന്ന് പുലരിയിൽ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരിൽ പ്രവർത്തിക്കട്ടെ. നമുക്ക് തിരുവെഴുത്തിലേക്ക് അവൻ പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞെ, നിന്റെ വിടുതലിനായി, ആരോഗ്യത്തിനായി, സൗഖ്യത്തിനായി, സ്വാതന്ത്ര്യത്തിനായി, അനുഗ്രഹത്തിനായി, പാപമോചനത്തിനായി നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് ക്രിസ്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണ കാലത്ത് ആണ്ടുതോറും പെസഹ ദിനത്തിൽ അറുക്കപ്പെടുന്ന ആട്ടിൻകുട്ടികൾ നിരവധിയായിരുന്നു. എന്നാൽ യേശു പറയുന്നു, ലൂക്കോസ് 16:16, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഏത് യോഹന്നാൻ? സ്നാപകനായ യോഹന്നാൻ. അഹരോനിൽ തുടങ്ങി ന്യായപ്രമാണത്തിന്റെ പൗരോഹിത്യം സക്കരിയ പുരോഹിതനിൽ അവസാനിച്ചു. തന്റെ അനന്തരാവകാശിയാണല്ലോ സ്നാപക യോഹന്നാൻ. പക്ഷേ താൻ പൗരോഹിത്യ വസ്ത്രം ധരിച്ചില്ല. മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചുകൊണ്ട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടുകളുടെ പൊരുളായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ദൈവ കുഞ്ഞാട് കാൽവറിയിൽ നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചതുകൊണ്ട് ഇനിയൊരു യാഗം ആവശ്യമില്ല. ഹല്ലേലൂയ. ആബീബ് മാസം 10-ാം തീയതി ഇസ്രായേലിന്റെ ഭവനങ്ങളിലെല്ലാം ഒരു കുഞ്ഞാടിനെ മാറ്റി നിർത്തും. 4 ദിവസങ്ങൾക്ക് ശേഷം 14-ാം തീയതി പെസഹ ദിനത്തിൽ അതിനെ അറുക്കും.
ശ്രദ്ധിക്കണേ, 4 ദിവസം മാറ്റി നിർത്തണം. എന്താ അതിന്റെ കണക്ക്? തിരുവചനം പറയുന്നു, 1000 സംവത്സരം ദൈവത്തിന് ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയായിരിക്കുന്നത്. അവൻ എന്ന് പറഞ്ഞാൽ എന്താ? പിതാവായി ദൈവം കാലസമ്പൂർണതയിൽ അറുക്കപ്പെടാൻ വേണ്ടി ഒരു കുഞ്ഞാടിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ മാറ്റി നിർത്തി. ആമേൻ. ദൈവം മാറ്റി നിർത്തിയ പെസഹ കുഞ്ഞാടായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആബിബ് മാസം 10-ാം തീയതി മാറ്റി നിർത്തിയ കുഞ്ഞാടിനെ 14-ാം ദിവസം സന്ധ്യയ്ക്ക് അറുക്കണം. നമുക്കറിയാം, ആദം മുതൽ ക്രിസ്തു വരെ 4000 വർഷം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കണക്കിൽ 4 ദിവസം. അന്നു സന്ധ്യയ്ക്ക് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. അത് ക്രിസ്തു തന്നെ. ശ്രദ്ധിക്കൂ, നാം ഇന്ന് ചിന്തിക്കുന്നത് ന്യായപ്രമാണ കാലത്ത് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് ഇസ്രയേൽ ജനതയ്ക്കുണ്ടായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. പുതിയ നിയമകാലത്ത് ഹല്ലേലൂയ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടതിലും ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്കും പ്രാപിച്ചെടുക്കാം. പെസഹ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയ ഭവനങ്ങളിൽ സംഹാരകൻ കടന്നില്ല. സംഹാരകൻ രക്തം കണ്ട് മാറിപ്പോയി. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് ലഭിച്ച 1ാമത്തെ അനുഗ്രഹമത മരണദൂതൻ മാറിപ്പോയി. സ്തോത്രം. മിസ്രയീമിൽ ഒന്നും മരിക്കാതെ ഒരു വീടുമില്ലാതിരുന്നപ്പോഴാ കുഞ്ഞാടിന്റെ രക്തം മുദ്രിതമാക്കിയ ഭവനങ്ങളിൽ സംഹാരകൻ കടക്കാതിരുന്നത്. കുഞ്ഞേ, ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്തം നിന്നെ മുദ്രയിട്ടെങ്കിൽ നിനക്ക് ലഭിക്കുന്ന 1ാമത്തെ അനുഗ്രഹം 2ാം മരണത്തിൽ ദോഷം വരികയില്ലെന്നുള്ളതാ. മരിച്ചവരാവാ വൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ വിധി കേൾക്കാൻ കാത്തു നിൽക്കുമ്പോൾ അന്ത്യവിധി ദിനത്തിൽ നീ അക്കൂട്ടത്തിൽ നിൽക്കേണ്ടി വരികയില്ല. ക്രിസ്തുവിന്റെ രക്തം നിന്നെ നിത്യശിക്ഷയിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും വിടുവിച്ചു. ശ്രദ്ധിക്കൂ, സമയപരിമിതി കൊണ്ട് ഈ വിഷയം പൂർണ്ണമാക്കാൻ കഴിയില്ല. എങ്കിലും ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ദൈവം നിശ്ചയിച്ച പ്രകാരം എങ്ങനെയാ ഇസ്രായേല്യർ പെസഹ ആചരിച്ചത്? പെസഹ കുഞ്ഞാടിനെ തീയിലിട്ട് ചുട്ടെടുക്കണം. ചുട്ടെടുത്ത മാംസം കയ്പു ചീരയോടുകൂടെ ഭക്ഷിക്കണം. ഒരു കയ്യിൽ വടി പിടിച്ചുകൊണ്ട് കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് തിടുക്കത്തോടെ തിന്നണം. എന്താ തിടുക്കം? വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെടാൻ സമയമായി എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചവന്റെ അടിമത്വം മാറി. അതാ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിന്റെ 2ാമത്തെ ഗുണം. നന്ദിയോടെ സ്തോത്രം. പാപത്തിനടിമയായിരുന്നവർ, ദുശീലത്തിനടിമയായിരുന്നവർ, കോപത്തിനും ക്രോധത്തിനും അടിമയായിരുന്ന ജനകോടികൾ അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതുകൊണ്ട് അതിന്റെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര, പ്രിയ സഹോദരി, പിതാവേ, ഇന്നും താങ്കൾ പാപത്തിനടിമയാണോ, ദുശീലത്തിനടിമയാണോ, കോപത്തിനടിമയാണോ? ക്രിസ്തുവിന്റെ രക്തം നിന്നെ വിടുവിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. തിരുവചനം പറയുന്നു, പുറപ്പാട് 13:18, ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ദീർഘവർഷങ്ങൾ പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞവരാണ് ഇവർ. ഇഷ്ടികച്ചൂളയിൽ കഷ്ടപ്പെട്ടെങ്കിലും ഉള്ളിയും മത്തങ്ങയും ചീരയുമാ കഴിച്ചത്. ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരുന്ന് ചരിത്രമൊക്കെ പറയുന്നെങ്കിലും അവരുടെ പ്രാണൻ കഷ്ടത കൊണ്ട് പൊരിഞ്ഞിരുന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ഇങ്ങനെയുള്ളവർ ഒരു സന്ധ്യയിൽ ക്ഷണത്തിൽ യുദ്ധപ്രാപ്തരായി മാറിയെന്നോ? അതെ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് സാക്ഷാൽ പെസഹ കുഞ്ഞാടായ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുഞ്ഞാടിന്റെ ചുട്ടെടുത്ത മാംസം ഭക്ഷിച്ച മാത്രയിൽ കഷ്ടത കൊണ്ട് പൊരിഞ്ഞ പട്ടിണിക്കോലങ്ങൾ യുദ്ധപ്രാപ്തരായി മാറി. അവരുടെ ഗോത്രങ്ങളിലെങ്ങും ഒരു ബലഹീനനും ഉണ്ടായില്ലെന്ന് തിരുവചനം പറയുന്നു. കുഞ്ഞെ, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ മഹാസൈന്യമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് ഒരു നിമിഷം മതിയെങ്കിൽ നിന്റെ ക്ഷീണം മാറ്റാൻ, ബലഹീനത മാറ്റാൻ, അസ്വസ്ഥത മാറ്റാൻ, രോഗം മാറ്റാൻ, നിന്നെ ബലവാനാക്കാൻ എന്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. വിശ്വസിച്ച് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. യുദ്ധസന്നദ്ധരായി ഇവർ പുറപ്പെട്ടെങ്കിലും ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. അതായിരുന്നു സത്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇത് കാണാം. യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കാനായി ദൈവം ചിലതിനെ വെച്ചിരുന്നു എന്ന് വായിക്കുന്നു. ഇവർക്ക് യുദ്ധം അറിയത്തില്ല. ആകെ അറിയാവുന്ന കാര്യം ഇഷ്ടിക ഉണ്ടാക്കാനാ, 7 ജാതികളെ തോൽപ്പിക്കാൻ, 31 രാജാക്കന്മാരെ ജയിക്കാൻ ഇഷ്ടികപ്പണി പഠിച്ചാൽ പോരാ. വചനം പറയുന്നു, യഹോവ തന്നെയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. എന്റെ കുഞ്ഞെ, നിനക്ക് യുദ്ധപ്രാപ്തിയില്ലായിരിക്കാം. പക്ഷേ നീ കുഞ്ഞാടിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിന്റെ ഗുണങ്ങളിൽ 1, സംഹാരകൻ തൊടാതെ കടന്നുപോയി. 2, അടിമത്വം അവസാനിച്ചു. 3, ബലഹീനർ യുദ്ധസന്നദ്ധരായി മാറി.
പ്രൈസലോട് ശ്രദ്ധിക്കണേ. ഈ ജനം ചുട്ടെടുത്ത കുഞ്ഞാടിന്റെ മാംസം തിടുക്കത്തോടെ ഭക്ഷിക്കുമ്പോൾ ഇവിടെ ആനന്ദമാണെങ്കിൽ നാടെല്ലാം അലമുറ ഉയരുകയാ. എന്താ കാര്യം? തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ മുക്കിക്കൊന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ സകല കുടുംബങ്ങളിൽ സംഹാരകൻ കയറി ന്യായവിധി നടത്തിയതാ. മനസ്സിലായോ മക്കളെ? കുഞ്ഞാടിന്റെ മാംസം നിന്നെ അടിമത്വത്തിൽ വിടുവിക്കുക മാത്രമല്ല, അടിമയാക്കി വെച്ചവരെ ന്യായം വിധിക്കുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തിരുവചനം പറയുന്നു, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. ഉറപ്പാ മക്കളെ, ഈ കാലമത്രയും നിന്നെ പീഡിപ്പിച്ച ദുഷ്ടശക്തികൾ ന്യായവിധി ഏറ്റുവാങ്ങുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിന്റെ 4ാമത്തെ ഗുണമതാണ്, വൈരിയുടെ മേൽ ദൈവം ന്യായവിധി നടത്തി. സ്തോത്രം. ഇവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ഉൽപ്പത്തി 15:14 നിന്റെ സന്തതി മിസ്രയീമിൽ നിന്നും വളരെ സമ്പത്തോടുകൂടി പുറപ്പെട്ടു വരും. ദൂത് അങ്ങനെയാണെങ്കിലും രാപ്പകൽ ജോലി ചെയ്തിട്ടും ഇവർക്ക് കൂലി പോലും കിട്ടിയിട്ടില്ല, നല്ല ഭക്ഷണം കഴിക്കാനുള്ള വക പോലും കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാ ഇവർ സമ്പാദിക്കുന്നത്? എങ്ങനെ ബഹുസമ്പത്തോടെ പുറപ്പെടും? അയൽ വീടുകളിലുള്ളവർ വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും കൊടുത്തു. കർത്താവിന് സ്തോത്രം. ഇഷ്ടിക ചൂടയിൽ കത്തിക്കാൻ കച്ചി പോലും കൊടുക്കാത്ത മിസ്രയീമ്യർ പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും വാരിക്കൊടുത്തു. കുഞ്ഞെ, ദൈവം നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം എത്ര എതിരാണെങ്കിലും വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ശത്രു കൈവശപ്പെടുത്തിയ പ്രതിഫലം പല മടങ്ങായി തിരികെ ലഭിച്ചു. പരിശുദ്ധാത്മാവ് പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഉയർന്നിരിക്കാൻ ദൈവം സമ്മതിക്കില്ല. ദൈവത്തിന് സ്തോത്രം. നാളുകളായി ജോലി ചെയ്തിട്ടും ശമ്പളം തരാതെ പിടിച്ചു വച്ചിരിക്കുകയാണോ? വിശ്വസിക്കുക, ഈ വിഷയത്തിൽ എന്റെ കർത്താവ് ഇടപെടാൻ പോകുന്നു. യെസ്, ഇന്ന് നീ എന്നും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല മക്കളെ. നിന്റെ സന്തതി പ്രാണൻ പൊരിഞ്ഞു നടക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, എളിയവനെ പീഡയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ദൈവകുഞ്ഞാട് പിളർക്കപ്പെട്ടതിന്റെ 5ാമത്തെ അനുഗ്രഹം അതാണ്. അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തി, ദരിദ്രനെ പൊടിയിൽ നിന്നും ഉയർത്തി അവർ ബഹുസമ്പത്തോടെ പുറപ്പെട്ടു വന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. പെസഹ കുഞ്ഞാടിനെ അറുത്തതിന്റെ ഗുണങ്ങൾ. 6ാമത്തെ ഗുണം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളതാണ്. ദൈവം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. പക്ഷെ ഫറവോൻ അവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞ മറുപടി എന്നറിയാവോ? അവൻ ഞാൻ അനുസരിക്കേണ്ടതിന് ഈ യഹോവ ആരാ? ഹല്ലേലൂയ. നടക്കുന്ന കാര്യമല്ല കുഞ്ഞെ. ആരാധന തടഞ്ഞവന്റെ മേൽ ദൈവകരം ഭാരമാകാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, പുറപ്പാട് 8:25, നിങ്ങളുടെ ദേശത്ത് തന്നെ വെച്ച് യാഗം കഴിച്ചോളൂ. നിങ്ങൾ ആരാധിച്ചോ. ഞാൻ ആരാധിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ദേശത്ത് വെച്ച് തന്നെ യാഗം കഴിച്ചുകൊള്ളുക. ആരാധിച്ചാൽ മതിയല്ലോ, ഇവിടെ ആയിക്കോട്ടെ. എന്നാൽ ആരാധനയുടെ നിയമം അറിയാവുന്ന മോശ പറഞ്ഞു, 3 ദിവസത്തെ വഴിദൂരം ചെന്ന് മരുഭൂമിയിലാണ് ആരാധന നടത്തേണ്ടത്. അല്ലാതെ ഫറവോന്റെ തിണ്ണക്കിരുന്നു കൊണ്ട് ഫറവോന് ഞാനിനി അടിമയല്ലെന്ന് പാടാൻ പറ്റില്ലെന്ന് മോശയ്ക്കറിയാം. പക്ഷേ ഫറവോൻ സമ്മതിച്ചില്ല. വീണ്ടും ദൈവകരം അവന് ഭാരമായി തീർന്നു. സ്തോത്രം. അപ്പോൾ താൻ പറഞ്ഞത് 8:28 കാണാം. പുറപ്പാട് 8:28. പോയി ആരാധിച്ചോ. പക്ഷെ അതിദൂരത്ത് മാത്രം പോകരുത്. എപ്പോ വേണമെങ്കിലും എനിക്ക് പിടിച്ചെടുത്ത് അടിമയാക്കാൻ പരുവത്തിന് കൈപ്പാങ്ങിൽ നിന്ന് ആരാധിച്ചോണം. ദൂരത്ത് പോകരുത്. സ്തോത്രം. എന്റെ മക്കളെ, സത്യാരാധനയിൽ കോംപ്രമൈസ് ഇല്ലല്ലോ. ഭക്തൻ പറഞ്ഞു, ദൈവം പറഞ്ഞതുപോലെ തന്നെ ആരാധിക്കണം. സ്തോത്രം. പക്ഷേ ഫറവോൻ സമ്മതിച്ചില്ല. തമ്പുരാൻ ഇടപെട്ടപ്പോൾ അവൻ പിന്നെയും പറഞ്ഞു, 10:11, പുറപ്പാട് 10:11, പുരുഷന്മാര് മാത്രം പോയി ആരാധിച്ചുകൊള്ളുക. സ്ത്രീകളും കുട്ടികളും ഇവിടെ നിന്നോട്ടെ, ആണുങ്ങൾ പോയി ആരാധിച്ചോട്ടെ. അവനറിയാം, സ്ത്രീകൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, കുട്ടികൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവർ എത്ര ദൂരം ആരാധിക്കാൻ പോയാലും തിരിച്ചിവിടെ തന്നെ വരും. കാരണം കെട്ടിവിടെ കിടക്കല്ലേ. വീണ്ടെടുക്കപ്പെട്ടവർ ആ ഉടമ്പടി സ്വീകരിക്കാൻ തയ്യാറായില്ല. ദേശത്തു വീണ്ടും നാശം പെയ്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, 10:24, എല്ലാവരും പോയി ആരാധിച്ചു. പക്ഷേ കന്നുകാലികളെ തന്നുവിടത്തില്ല, മൃഗസമ്പത്ത് തരത്തില്ല. സ്തോത്രം. സത്യദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ കുടുംബത്തിൽ ലഭിക്കേണ്ട വീതം പോലും കിട്ടിയില്ലെങ്കിലും, സ്തോത്രം, അങ്ങനെയുള്ളവരുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി ഇറങ്ങിത്തിരിച്ചവരുടെ സന്തതികൾ ഇന്ന് ഐശ്വര്യമായ അനുഗ്രഹം അനുഭവിക്കുക കേട്ടോ. ഹല്ലേലൂയ. വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചവരുടെ ഭവനങ്ങളിൽ സംഹാരദൂതൻ കയറിയപ്പോൾ അവൻ വിളിച്ചു പറയുക, പുറപ്പാട് 12:33, ആരാധനയ്ക്കായി അവരെ നിർബന്ധിച്ചു പറഞ്ഞയക്കുകയാ. കുഞ്ഞാടിന്റെ രക്തം സത്യദൈവത്തെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തു.
ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കാൻ, സത്യമായി ആരാധിക്കാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ, തിരുവെഴുത്തിൻ പ്രകാരം ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? തടയുന്നത് ആരുമാകട്ടെ, തടയുന്നത് എന്തുമാകട്ടെ, ഹല്ലേലൂയ, ആ കെട്ടുപൊട്ടിച്ച് നിന്നെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ആരാധിപ്പാൻ, ആത്മാവിൽ സത്യമായി ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുക തന്നെ ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങൾ മഹാദൈവം മക്കളെ നിനക്ക് വേണ്ടി ഒരുക്കിത്തരുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ചേർത്ത് പിടിച്ച് ദൂത് പറയുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം, അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ പെസഹ കുഞ്ഞാടിന്റെ രക്തം അടിമനുഖത്തിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. ഹല്ലേലൂയ. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ കുഞ്ഞെ നീ സാക്ഷാൽ സ്വതന്ത്രനാണ്. ദൈവം സ്വതന്ത്രനാക്കിയവൻ ഇനി അടിമനുഖത്തിൽ കുടുങ്ങരുതേ. ആമേൻ. കുഞ്ഞെ, രോഗം നിന്നെ കടന്നു പിടിച്ചിരിക്കുകയാണോ? വല്ലാതെ അവൻ നീറുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ? ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണോ? ക്രിസ്തുവിന്റെ രക്തം രോഗശാന്തിയും ആരോഗ്യവും നൽകും യേശുവിന്റെ നാമത്തിൽ. അധ്വാനിച്ചതിന്റെ ഫലം പോലും കിട്ടാതെ, ഒത്തിരി അധ്വാനിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി ജോലി ചെയ്ത പക്ഷെ പ്രതിഫലം കിട്ടാതെ ഭാരപ്പെടുകയാണോ? അറുക്കപ്പെട്ട കുഞ്ഞാട് നിമിത്തം നിന്റെ പ്രതിഫലം മടക്കി കിട്ടും, ഇരട്ടിയായി മടക്കി കിട്ടും. ശത്രു ഒരിക്കലും അത് അപഹരിച്ചു വയ്ക്കാൻ ദൈവം അനുവദിക്കത്തിന്റെ മക്കളെ. അവൻ തിരിച്ചു തരും, നിന്നെ വിളിച്ചു തിരിച്ചു തരും യേശുവിന്റെ നാമത്തിൽ. മഹാദൈവം നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. നീ ദൈവം ഒരുക്കുന്ന നന്മ അനുഭവിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ദൈവപൈതലേ, അളവുനൂൽ നിനക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതാ ദൈവകുഞ്ഞാട് അറുക്കപ്പെട്ടതിന്റെ 7ാമത്തെ നന്മ. ഹല്ലേലൂയ. അളവുനൂൽ നിനക്ക് നല്ലൊരു ദേശത്ത്, മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഇനിയും ഈ മിസ്രൈമിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട, ഈ മരുഭൂമിയിൽ ഇനി ഉഴന്നു നടക്കണ്ട. നിനക്ക് വേണ്ടി ഈ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ക്രിസ്തു നൽകുന്ന ശുദ്ധീകരണം, അവൻ ക്രിസ്തുവിന്റെ രക്തം നൽകുന്ന ശുദ്ധീകരണം, നീതീകരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്ക്. മക്കളെ, മറ്റാരെയും നീ നോക്കരുതേ, മറ്റാരെയും ഹല്ലേലൂയ ഓർക്കരുതേ. നിനക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ നീതിയുടെ പാതയിൽ, നേരിന്റെ പാതയിൽ, നന്മയുടെ പാതയിൽ, സമൃദ്ധിയുടെ പാതയിൽ, അവൻ സ്വർഗ്ഗ അനുഗ്രഹങ്ങളുടെ പാതയിൽ കൈപിടിച്ചു നടത്താൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുക. അതിലപ്പുറത്തേക്ക് നോക്ക്. കുത്തി തുളയ്ക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാ. ആ പൊന്നുമുഖം തുപ്പലേറ്റത് നിന്നെ നേടാൻ വേണ്ടിയാ. ആമേൻ. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റിയത് മക്കളെ നിന്നെ നിത്യതയിലെത്തിക്കാനാ, നിന്നെ മനോഹരദേശത്തെത്തിക്കാൻ വേണ്ടിയാണ്. മനോഹരദേശത്ത് നിനക്കവൻ അളവുനൂൽ വരവെച്ചിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കും മക്കളെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ദൈവപുത്രന്റെ രക്തത്താൽ കഴുകണമേ. കാൽവറിയിൽ ഒഴുക്കിയ ആ പുണ്യാഹ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ നിന്റെ പൈതലാക്കി തീർക്കണമേ. വാക്കുകളുടെ പെരുപ്പത്തിലല്ല മക്കളെ, സമർപ്പണത്തോടുള്ള നിന്റെ പ്രാർത്ഥനയിൽ സ്വർഗമിടപെടും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ കെട്ടുകളെ അറുത്തുമാറ്റും, ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയും, നിന്റെ രോഗത്തിന് സൗഖ്യം തരും, നിന്റെ ഞെരുക്കങ്ങളെ സ്വർഗം മാനിക്കും. അവൻ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് ലഭിച്ച 7 അനുഗ്രഹങ്ങളും ഹല്ലേലൂയ സാക്ഷാൽ ദൈവ കുഞ്ഞാട്, നമ്മുടെ അവൻ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടതുകൊണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കുഞ്ഞെ നിനക്കുള്ളതാണ്. അബ്രഹാമ്യ സന്തതി 7 അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ ആ 7 അനുഗ്രഹവും പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവവേദലേ നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. കേട്ട വചനം എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. എത്രയോ പ്രിയപ്പെട്ടവർ അവരുടെ വിഷയങ്ങൾ അറിയിച്ചു. അതിനൊക്കെ സ്വർഗം മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും മറുപടി നൽകി മാനിക്കും. കാരണം നമ്മുടെ കണ്ണുനീരിന് മറികടക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. നമ്മുടെ നെടുവീർപ്പിന് മുൻപിൽ എഴുന്നേറ്റ് പ്രവർത്തിക്കാതിരിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയത്തില്ല. മക്കളെ, നമ്പർ ഇതാണ് 90721418